വെൽക്കം ബാക്ക് ടു അസ്രീസ് വ്ളോഗ്. അപ്പം ഇന്ന് ഇത്തമാരൊക്കെ വരുന്ന വ്ളോഗാണ്. 3 ഇത്തമാരും ഇന്ന് വരും രണ്ടാം പെരുന്നാളിന്. അപ്പോൾ ഇത്തമാർ വരുന്ന വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇന്നലെ ഇപ്പോൾ ഇട്ട വീഡിയോ എല്ലാവരും കണ്ടില്ലേ. അപ്പോൾ ഇന്നലെ നമ്മൾ എല്ലാവരും വീട്ടിലേക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടാം പെരുന്നാളാണ് നമ്മളെ വീട്ടിൽ പെരുന്നാളായിട്ട് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത്തമാരൊക്കെ ഇങ്ങനെ വന്നിട്ട് നമ്മൾ പെരുന്നാളിന് ഇപ്പോൾ എല്ലാവരും കൂടി അങ്ങനെ നമ്മളെ വീട്ടിലൊക്കെ എല്ലാവരും കൂടുമ്പോഴല്ലേ നമുക്കൊരു പെരുന്നാളിൻ്റെ ഒരു വൈബ് ഇടുന്നത്. അപ്പോൾ രണ്ടാം പെരുന്നാളിന് ഇത്തമാരൊക്കെ വരുന്നതുകൊണ്ട് ഇന്നാണ് നമുക്ക് ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോകളൊക്കെ ഇനി കാണാം. കാലത്ത് തന്നെ ചാടിച്ച് കഴിഞ്ഞ് ഞങ്ങളെ പണിയിലേക്കൊക്കെ കടന്നു. ഉമ്മിയാണ് ഇന്ന് ഫുള്ള് കുക്ക് ചെയ്യണം കേട്ടോ. ഞാനെല്ലാം ഇങ്ങനെ അരിഞ്ഞു കൊടുക്കലും അടുപ്പിച്ച് കൊടുക്കലൊക്കെ ഉള്ളൂ. ഇന്നെല്ലാതും കുക്ക് ചെയ്യണത് ഉമ്മി തന്നെയാണേ. ഇവിടെ നമ്മൾ പണികളൊക്കെ ഉമ്മി ഞാനൊക്കെ തന്നെയാണ് എടുക്കാറുള്ളത്. പക്ഷേ ഉമ്മി ഫ്രെയിമിൽ അങ്ങനെ വരാറില്ല. പക്ഷെ ഇന്ന് ഫുള്ള് ഉമ്മി തന്നെ ആയിരിക്കും. ഉമ്മി തന്നെയാണ് ഫുള്ള് കുക്ക് ചെയ്യണത്. ഞാനെല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. ഇതപ്പോൾ അൽഫാമിൻ്റെ മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഇച്ചിരി അൽഫാം ചൂടാൻ പോവാണ്. അപ്പോൾ ഉമ്മി ബാക്കിയുള്ള പണികളൊക്കെ ഉമ്മി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തമാരൊക്കെ വരുന്നതിന് മുന്നുള്ള ബിരിയാണി പ്രിപ്പറേഷൻസാണ്. ദമ്മിടാനുള്ള പുറപ്പാടിലാണ്. ഇടാനുള്ള മസാലയും കാര്യങ്ങളൊക്കെ അങ്ങനെ എന്ത് വരുന്നുണ്ട്. ഇത്തമാരൊക്കെ ഉച്ചൻ്റെ മുന്നായിട്ട് എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഇങ്ങനെ ബിരിയാണിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ റൈസ് ഇവിടെ സെറ്റാണ്. അതുപോലെ തന്നെ മസാല ഇവിടെ ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട്. ദമ്മിടാട്ടോ, ദമ്മിടാനുള്ള പുറപ്പാടിലാണ്. ഇതെന്തിനുള്ള ചമ്മന്തി ഉണ്ടാക്കാൻ പോണു. ബിരിയാണിക്ക് നമ്മ പുതിന ചമ്മന്തി ഉണ്ടാക്കുക. അപ്പൊ ദമ്മൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി മുകളിലേക്ക് കുറച്ചിങ്ങനെ ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ അൽഫാം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അതല്ല അസ്സലാമലൈക്കും. അപ്പം വന്നിട്ടുണ്ട്. വ്ളോഗറാണ്. അസ്സലാമലൈക്കും. വാ ഉമ്മി. ഉമ്മിയൊക്കെ കിച്ചണിലാണ്, മേലുണ്ട്. ഞങ്ങളിനി കട്ടൊന്നില്ലേ. അപ്പോൾ നമ്മുടെ പെരുന്നാൾ സ്പെഷ്യലാണ്. നമ്മളെല്ലാ പെരുന്നാൾക്കും ഇതുപോലെ ചിക്കൻ ഇങ്ങനെ ചുടാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ റെസിപ്പി ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ചിക്കൻ വെന്തിരുന്നു. ചിക്കനെ കറക്റ്റ് വെന്തിട്ടുണ്ട് കേട്ടോ. ഉള്ളതിൽ 5-6 മിനിറ്റ് ആയി. കറക്റ്റ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ 3ാമത്തെ ഇത്തയും ഉണ്ണികളൊക്കെ വന്നിട്ടുണ്ട്. വലൈക്കുസ്സലാം. ഈദ് മുബാറക്. ചോദിച്ചാ പറയാൻ സങ്കടോ
അപ്പൊ രണ്ടാമത്തെ ഇത്ത മാത്രം വന്നിട്ടില്ല, ബാക്കി എല്ലാരും വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ എല്ലാരും ഇരിക്കുന്നുണ്ട്. പുതിയതൊക്കെ ഇട്ട് വന്നാലും മുതലാതെ ജോബൊട്ടാകെ മുടിക്ക് എത്ര ഭക്ഷണം കൊടുത്തിട്ടുള്ളത്? ഇതാരുണ്ടാക്കിയാണ്? അല്ല കിച്ച. ദേ പൊന്നു എത്തിയിട്ടുണ്ട്. പൊന്നു ഹായ് പറഞ്ഞേ, ഹായ് പറഞ്ഞേ. പൊന്നു ദേ ഇപ്പൊ എത്തിയിട്ടുള്ളൂ കേട്ടോ. തന്നെ കൊടുത്തു രണ്ട് ആള് മാറി കുടിച്ചിട്ട അത് നോക്കിയ മാത്രമല്ല ഒച്ചേക്കുന്ന മതിരികളെ എന്താ നമ്മളൊന്നും ഇതാക്കിയാലും മൂക്കം നോക്കിക്കോ. നീ എടുത്തത് ഏയ് അവളെടുക്കാനല്ലേ, അവളെടുക്കാനേ, അവളെ കയ്യിലുള്ള വളർത്താൻ പറഞ്ഞേ. ഇങ്ങോട്ടോണ് പോണം. ഇവിടെ ചുരുട്ടാനാണ് പറഞ്ഞത്. ഉരുട്ടിയ ഇവരെല്ലാവരും ഒത്തൊരുമിച്ച് കൂടിയാണ്, അതായത് പെരുന്നാളായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു ചെറിയൊരു ചലഞ്ച് എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അപ്പൊ ചലഞ്ച് ചെയ്യാൻ എല്ലാവരും റെഡി അല്ലേ? വിത്തന്മാരൊക്കെ ഓഡിയൻസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചലഞ്ചിലോട്ട് പോവാം. ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഇപ്പൊ എല്ലാരും റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി ഈ ബോൾ ഇവിടേക്ക് എത്തിക്കണം, അതും ഊതി ഇങ്ങനെ ശ്വാസത്തോണ്ട് ഇങ്ങനെ ഊതി ഊതി അങ്ങനെ എത്തിക്കണം കേട്ടോ. അപ്പൊ ആദ്യം നീനോട് തുടങ്ങാൻ പോണത്. അപ്പൊ നമുക്ക് നോക്കാം. മനസ്സിലല്ലേ എങ്ങനെ പുറത്തു പോയാ കട്ടാവട്ടാ. 1 മിനിറ്റ് ആണ് നമ്മൾ ടൈം കൊടുത്തിരിക്കുന്നത്. 1 മിനിറ്റിനുള്ളിൽ ഇത് ഊതി ഇവിടേക്ക് എത്തിക്കണം കേട്ടോ, ലാസ്റ്റ് ക്ലാസ്സിൽ എത്തിക്കണേ. അപ്പൊ നീനു തുടങ്ങിക്കോ, ഞാൻ സ്റ്റാർട്ട് പറയേ. സ്റ്റാർട്ട്. നല്ലോണം ഉദിക്ക ഊതങ്ങട്. 12 സെക്കൻഡ് 13 അടുത്തത്. അപ്പൊ വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് മുന്നാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ബോൾ കൊടുക്കാം. സ്റ്റാർട്ട് പറയും ഞാനേ. സ്റ്റാർട്ട്. അങ്ങനെ പോട്ടെ. അറിയില്ല. ഈ വെള്ളം ഫില്ല് നമ്മിനി വെള്ളം ഫില്ല് ചെയ്യാ. അപ്പൊ ഇനി അടുത്തത് നിന്നു ആണ്. സോറി, സ്റ്റാർട്ട് ആക്കണ്ടേ. ഇനി അടുത്തത് റിനു. ഇനി അടുത്തത് റിനു ആണ്. റിനു ജയിക്കാന്ന് നമുക്ക് നോക്കാം. സ്റ്റാർട്ട്. ഓ ഓക്കേ. ഞാൻ ഫസ്റ്റ് ഞാൻ ഔട്ട് ആവുന്നു തോന്നുന്നു. സ്റ്റാർട്ട് ചെയ്യട്ടെ.
അപ്പൊ അടുത്തത് ഞാനിനി നോക്കാം എങ്ങനെ ആവുന്നു. ഫസ്റ്റ് ആയിട്ടോട്ടായി വെച്ചിട്ടോ. അടുത്തത് ഇച്ച. ഞാനില്ല. ഇച്ചുണ്ട്. അപ്പൊ അടുത്തത് ഇച്ചാണ് ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ആ സ്റ്റാർട്ട് ചെയ്തോ. ഇച്ച എന്നെ പോലെ തന്നെ ഫസ്റ്റിൽ തന്നെ ഔട്ടായിരിക്കാണ്. അപ്പൊ ദേ ഞങ്ങളുടെ കളിയൊക്കെ കണ്ടിട്ട് ഇത്താക്ക് ഭയങ്കര ഇഷ്ടായിട്ടുണ്ട്. അപ്പൊ സ്റ്റാർട്ട് പറയട്ടെ. ആവേശം, ഭയങ്കര ആവേശം. അപ്പൊ ദേ ഇത്താളത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. ഊതിക്കേ ഊതങ്ങട്ട് അവിടെ കമന്റ് അടിക്കാൻ ഉറക്കല ഞാൻ അതിന്റെ അടുത്ത് കായണ്ടേക്കോ. 19 സെക്കൻഡ്. ഒരു മിനിറ്റ് കേട്ടോ. ഊതിക്കോ, ഉറക്കണ ഊതിക്കോ. എന്നാലും ആവേശം. അതെ. 30 സെക്കൻഡ്. ഊതേ. അപ്പൊ നമ്മ രണ്ടാമത്തെ ചലഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ കുട്ടിമു നേരത്തെ ചലഞ്ചിൽ ജയിച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടിമുന് നമ്മ ഒരു ചെറിയൊരു പ്രൈസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നെക്സ്റ്റ് ചലഞ്ച് ഇപ്പൊ നമ്മ വേറെ ക്ലാസ്സുകളൊക്കെ വെച്ചിട്ട് തുടങ്ങാൻ പോവാണ്. അപ്പൊ ഇതെങ്ങനെയാണ് കുട്ടിമുന് മനസ്സിലായ? അപ്പൊ ഇത്താക്ക് മനസ്സിലായെന്ന് പറഞ്ഞേ. അപ്പൊ ഈ ചലഞ്ച് എന്ന് പറയുന്നത് ഇത് ഒഴിഞ്ഞ ഗ്ലാസ്, ഇതില് വെള്ളമുണ്ട്, അങ്ങനെ ഒഴിഞ്ഞ ഗ്ലാസ്സിൽ വെള്ളം അങ്ങനെ അങ്ങനെ വെക്കണം. അതായത് ഒരു ഗ്ലാസ്സിലുണ്ട് ഒരു ഗ്ലാസ്സിലില്ല, അങ്ങനെ നേരത്തെ വെക്കണം. ഒന്നിടവിട്ട് ഇങ്ങനെ വെക്കണം. അതെ, ഒന്നിടവിട്ട് വെക്കണം. ഒരു ഗ്ലാസ് മാത്രമേ അനക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെ വേണമെങ്കിലും അനക്കാം. ഒരു ഗ്ലാസ് മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഉമ്മിക്കൊക്കെ ചെയ്യണം എന്ന് അറിയേണ്ടത് നമുക്ക് എല്ലാവർക്കും ചെയ്യാട്ടാ. ഒരു ഗ്ലാസ് അവിടുന്ന് അനക്കാൻ പാടുള്ളൂ. ഒരു ഗ്ലാസ് അനക്കിയിട്ട് ഒരു ഗ്ലാസ് അതിന് അനക്കാൻ പാടുള്ളൂ. ഓക്കെ. അപ്പൊ ഫസ്റ്റ് കുട്ടിമോ തുടങ്ങിക്കോ. ആരും പറഞ്ഞു കൊടുക്കരുത്. ഇത് ഒന്നര വിട്ട് ഇങ്ങനെ വരണം. ഒരു ഗ്ലാസ് നമുക്ക് അതിന് അനക്കാൻ പാടുള്ളൂ. പക്ഷെ അടി കൊണ്ടു വെച്ചാൽ മറ്റേ ഗ്ലാസ് നീങ്ങും, ഇളകും. അപ്പൊ എന്ത് ചെയ്യും പറ. ഒരു ഗ്ലാസ് അവിടുന്ന് അനക്കാൻ പറ്റും. ഒരു ഗ്ലാസ് അനക്കാനും പാടുള്ളൂ. ഒരു ഗ്ലാസ് അനക്കിയിട്ട് ഇല്ല ഇപ്പൊ കുട്ടിമോ. ഇല്ല ഗ്യാപ്പിലേറ്റ് ആ ഗ്ലാസ് അനങ്ങും. ഒരു ഗ്ലാസ് അതില്ല, അങ്ങനല്ല, അതില്ല. എനിക്ക് തരും. ഇല്ലല്ല കുട്ടിമാർ ഒരു പ്രാവശ്യം എനിക്ക് തകറിയുന്ന ഉമ്മി എങ്ങനെയാണ് ഉമ്മി പറയാൻ ക്ലാസ് എടുത്തിട്ട് ഇതിനിടയ്ക്ക് അല്ല അതല്ലേ എന്നാ ഞാൻ തൊട്ടിട്ടില്ല. ഇങ്ങോട്ട് മുന്നിലേക്ക് അങ്ങോട്ട് കെച്ചാലും ചലഞ്ച് ചെയ്യുമ്പോ അറിയുള്ളൂ. അങ്ങോട്ട് കാശ് എടുക്കില്ല. അങ്ങോട്ടില്ല, അങ്ങോട്ട് ചെല്ലേ അടി അവിടുന്ന് ഇല്ല. ഫോണിൽ നോക്കാൻ
നോക്കിട്ടുണ്ടോ? ഫോണിൽ നോക്കിയിട്ടില്ല. അത് കുട്ടി കൊടുത്ത് മാറ്റിച്ചാ കുട്ടി ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. ഇമ്മ തോറ്റു. ഈ സൈക്കിൾ പോലെ അന്നും കിട്ടൂല, അന്നല്ല പരിപാടി. ഒരു ഗ്ലാസ് അവിടെ നിന്ന് അനക്കാൻ, ഒറ്റ ഗ്ലാസ് അനക്കാൻ പറ്റുള്ളൂ. അതന്നെ ഈ ഒരു ക്ലാസ്സിലേക്ക് അല്ലാതെ പോലെ അങ്ങനത്തെ ഒരു സംഭവം. ആ ഉമ്മി ചെയ്യട്ടെ കേട്ടോ. ഉമ്മി അവിടെ നിന്ന് ചെയ്താലും മതി. ഉമ്മ ചെയ്തോ അവിടുന്ന് ആലോചിച്ചിട്ട് മണ്ട. ആലോചിച്ചിട്ട് ചെയ്താ മതി. അപ്പൊ ഇത് രണ്ടും ഒന്നാവൂലേ? അത് രണ്ടും ഒന്നാവും, ഒഴിച്ചണ്ട. ഇല്ല അങ്ങനെയല്ല. ആ ആയിക്കോട്ടെ, ഉമ്മി ചെയ്യട്ടെ ഉമ്മി ചെയ്യട്ടെ അവിടക്ക്. അച്ചീന ഉമ്മി ചെയ്യട്ടെ, നീ അവിടക്ക്. അങ്ങനെ ഗ്ലാസ് അങ്ങനെ നീക്കാൻ പറ്റില്ല. അതാണ് കളി. ഇതാണ് കളി. പക്ഷെ എടുത്തത് ആ പറയട്ടെ. അപ്പൊ ചലഞ്ച് ചെയ്യാൻ വന്നിരുന്നവരാണ് ഇവര്. പക്ഷെ ഇത്തമാരെ വിളിച്ചപ്പോ ഇത്തമാർക്ക് അറിയില്ല എന്നാണ് നമ്മൾ വിചാരിച്ചേ. പക്ഷെ അതിൽ മൂത്തിത്ത അടിച്ചു, ചലഞ്ചിൽ ജയിച്ചിട്ടുണ്ട്. അപ്പൊ അതെ ശശിയായിട്ടിരിക്കുന്നവരാണ് ഇവര്. ഇവർക്ക് ഇപ്പൊ ചലഞ്ച് ഒന്നും ചെയ്യാനും പറ്റുന്നില്ല. ഇവരിങ്ങനെ അറിയൂല എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അതും തുടർന്നോ. ഇവർക്ക് അത് ചെയ്യണമായിരുന്നു. ഇവർക്ക് വിൻ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ഇവര് പറയാണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ ആ കളിയും അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഇവരറിയണ അടുത്ത ചലഞ്ചിലൊന്നും കൂട്ടണ്ടാന്ന്, ഇത്തമാരൊന്നും കൂട്ടണ്ടാന്ന്, ഇവരെ മാത്രമേ. നമ്മളെ ഫസ്റ്റ് ചലഞ്ചിൽ ചെയ്തിരിക്കുന്നത് നമ്മളെ മൂന്നാമത്തെ ഇത്താണ്. അപ്പൊ മൂന്നാമത്തെ ഇത്താക്കി നമുക്ക് ചെറിയ പ്രൈസ് കൊടുക്കാം. രണ്ടാമത്തെ ചലഞ്ചിൽ ജയിച്ചിരിക്കുന്നത് മൂത്തിത്താണ്. അപ്പൊ മൂത്തിത്താക്കി നമുക്ക് പ്രൈസ് കൊടുക്കാം. ഇത് ബർഗർ ഉണ്ടാക്കണ പെന്നാണ്. അപ്പൊ അതിന് നമ്മൾ കൊടുത്തിരിക്കണ ഇവർക്ക് ഉപകാരപ്പെടണം. പോയിട്ടാ. അസ്സലാമു വലൈക്കും സലാം. അലൈക്കും. പേടിച്ചിട്ടില്ല, ഞങ്ങക്ക് മനസ്സിലായി. സാരില്ല ഒയ്ക്കനി ഇറങ്ങാൻ വേണ്ടിണ്ടാ. അടക്കം പൊട്ടിച്ച് പകുതിയായി. അപ്പോഴാണ് വീഡിയോ എടുക്കാൻ ഓർമ്മ വന്നത്. അപ്പൊ നമുക്ക് ബാക്കിയുള്ളത് നിങ്ങളെ പൊട്ടിച്ചെടുക്കാം. എടുത്തിച്ച ഇത്തനാണ് പേടിക്കണേ. അത് അടുത്ത പ്രാവശ്യം ചാലെങ്കിൽ നിങ്ങൾ പ്രൈസ് തരാം. അതിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങളെ പെരുന്നാളിൻ്റെ വ്ളോഗ് കണ്ടില്ലെങ്കിൽ എല്ലാവരും പെരുന്നാളിൻ്റെ വ്ളോഗ് കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.